എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ പെരുന്നാൾ രാവും പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് പെരുന്നാൾ തലേ ദിവസമാണ്. വീടൊക്കെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചിട്ടൊക്കെ പിന്നെ ഞാൻ അടുക്കളയിൽ ഒരു പണി ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈദ് സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഈത്തപ്പഴം ഒന്ന് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നിലക്കടലയാണ്. അപ്പോൾ ഞാൻ നിലക്കടലയും ഈത്തപ്പഴം വെച്ചിട്ട് ഷുഗറൊന്നും ചേർക്കാത്തൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വറുത്തെടുത്ത നിലക്കടല കേട്ടോ, 200 ഗ്രാം അതുകൊണ്ട് രണ്ടും സെയിം അളവിലെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തരിതരിയായി പൊടിച്ചെടുക്കുക. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് ഈത്തപ്പഴം കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ സ്വീറ്റൊന്നും പറയാൻ പറ്റില്ല, സ്നാക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമാണ്. ഒരു അറബിക് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ കടല തരിതരിയായി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഈത്തപ്പഴം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടല്ലോ, അതിലത്തെ കുരുവും ആ നെട്ടിയും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. മാറ്റിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ച നിലക്കടലേക്ക് ഈത്തപ്പഴം ചേർത്ത് അതൊന്നും കൂടെ കറക്കിയെടുക്കണം. ഈത്തപ്പഴം ആ നിലക്കടലായിട്ട് ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ടിട്ടും ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ഉരുക്കി ഒഴിക്കുക. അതല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതൊന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കണം, അതായത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ആ ബട്ടറും ഈത്തപ്പഴവും നിലക്കടലയും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റിയ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ വാങ്ങിയ സമൂസ ഷീറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ മൈദ പരത്തിയിട്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയുടെ ഒരു 2 ടീസ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ എഡിബിൾ പശയായിട്ടാണ് നമുക്ക് ഗം അത് ഒട്ടിക്കാനുള്ളത്. ഇനി സമൂസ ഷീറ്റ് എടുക്കുക. ഇനി ഓരോ ഷീറ്റും ഞാൻ 2 പീസായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ഷീറ്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഏകദേശം ആവശ്യമുള്ള അത്ര മുറിച്ചെടുത്ത് മാറ്റിയേക്കാം. ഇനി ഷീറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മൈദ കുഴച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് ഉണ്ടാക്കില്ലേ, അങ്ങനെ ആക്കിയിട്ട് ഇതേ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ 2 രീതിയിൽ ഇത് മടക്കണം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒന്നിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചില്ലേ നിലക്കടലിൻ്റെ, അത് കുറച്ച് അതിലേക്ക് വെക്കുക. എന്നിട്ട് ഒന്ന് നന്നായി അമർത്തി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ലാവണ പോലെ ഒന്ന് അമർത്തിയിട്ട് സമൂസ മടക്കണ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യത്തെ മടക്ക് കുറച്ച് പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വീണ്ടും ഈ ഷീറ്റ് വരുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. സാധാരണ സമൂസ ചുറ്റണ പോലെ അങ്ങനെ ചുറ്റിയെടുത്തിട്ട് അവസാനം നമ്മൾ മാറ്റി വെച്ച ആ മൈദയല്ലേ പശ, അത് വെച്ച് ഒട്ടിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു രീതിയിലും കൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും നീളത്തിൽ ചുറ്റിയെടുക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത പീസ് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആ ഫുള്ളായിട്ടുള്ള ഷീറ്റും അതിൽ ചുറ്റിയെടുത്തതാണ്. ഇനി അടുത്ത രീതി നമ്മൾ സമൂസയ്ക്ക് മടക്കണ പോലെ മടക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇത് ഫില്ല് ചെയ്യുക, എന്നിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഉണ്ടാവുക. നമ്മളെപ്പോഴും സമൂസ ഉണ്ടാക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഇഷ്ടമുള്ളതിൽ പൊരിച്ചെടുക്കാൻ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഗോൾഡൻ കളർ ആവണവരെ ഒന്ന് മൊരിച്ചെടുക്കുക. എന്നിട്ട് പൊരിച്ച് കോരി മാറ്റി വെക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ആ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊരിച്ച് കോരി മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒരു ബോക്സിൽ അടച്ച് വെച്ചാൽ മതി. ചൂടോടെ അടച്ച് വെക്കരുത് കേട്ടോ, അപ്പോൾ തണുത്ത് പോവും. ചൂടാറിയ ശേഷം അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾ ഈദ് മുബാറക്ക് പറയാനൊക്കെ തക്ബീർ ചൊല്ലിയിട്ട് വരുന്നൊരു സമയമാണ് കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ കുട്ടികൾ വരും. സ്റ്റാറും ലൈറ്റൊക്കെ ആയിട്ടൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. പൈസ കൊടുക്കും, അവർ തക്ബീറൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നിരിക്കുകയാണ്. പെരുന്നാളിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ ബീഫ്. അപ്പോൾ ബീഫും രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുക കേട്ടോ. കാരണം രാവിലെ പത്തിരിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഇവിടെ ബീഫ് എന്തായാലും വേണം.
അപ്പോൾ പെരുന്നാൾ രാവിൻ്റെ ഒരുവിധം തിരക്കുകളെല്ലാം കഴിഞ്ഞു. ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ ഞാൻ റംസാൻ കരീം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി ഈദ് മുബാറക്ക് എന്നാക്കി. ഇത് കഴിഞ്ഞ വർഷത്തെ റീത്താണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. പിന്നെ കിച്ചണിൽ കയറിയാണ്. അപ്പോൾ ആദ്യം തന്നെ മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പായസമാണ്. പിങ്ക് പാലടല്ലേ, പിങ്ക് കളറിലുള്ള പാലട കുക്കറിൽ എങ്ങനെ വെക്കാമെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പാലാട്ടോ, സാധാരണ പാലല്ല. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര, 1.5 മുതൽ 1.25 കപ്പ് വരെ ചേർക്കുക. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ആ സമയത്ത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള അട, അല്ല 1/2 കപ്പ് അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അട നന്നായി ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ വരാൻ വെച്ചിട്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അട ചേർക്കാം. അട ചേർത്തിട്ട് അത് വേവിച്ചെടുക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കരുത്, ചെറിയ അടുപ്പിൽ ചെറിയ തീയിൽ 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ വരാൻ സമ്മതിക്കരുത്. അപ്പോഴേക്കും നമ്മൾ ഓഫാക്കണം കേട്ടോ ഫ്ലെയിം. പിന്നെ അതിന് ശേഷം ചൂടാറിയ ശേഷം വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ വെച്ചിട്ട് ഓഫാക്കുക. എന്നിട്ട് ചൂടാറിയിട്ട് തുറന്നാൽ മതി. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ്. ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഈസി ആയിട്ട് ബെഡ്ഷീറ്റ് എങ്ങനെ ടൈറ്റായിട്ടും വെക്കാമെന്നുള്ളത് കേട്ടോ. അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ തലേദിവസം തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു, ഫ്രൈ ആക്കാനുള്ളതും ബിരിയാണിക്കുള്ളതും ഒക്കെ. അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, പിങ്ക് കളറിൽ പാലട. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, കുറേ സമയം എടുക്കില്ല. അരമണിക്കൂറിൽ തന്നെ പായസം ശരിയാവും. പിന്നെ തലേദിവസം നമ്മൾ സ്നാക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനൊന്ന് മുഴുവനാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ തേനും ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഹണി. പിന്നെ ഒരു ട്രേയിൽ ഞാൻ കുറച്ച് പേപ്പർ കപ്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ സ്നാക്ക് വെക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ച് വെച്ച ആ ഒരു സമൂസ ഷേപ്പിലുള്ള സ്നാക്ക് ആദ്യം തേനിൽ മുക്കുക. അതിന് ശേഷം ഈ വെളുത്ത എള്ളിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് തേനിൽ ഫുള്ളായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണ് ഇങ്ങനെ കോർണറിൽ മാത്രമേ അങ്ങനെ ആക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ആ പേപ്പർ കപ്പിലേക്ക് വെക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുക, വെറുതെ ഹണി മാത്രം തേച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങൾ 5 ബ്രദേഴ്സാണ്, എല്ലാവരും ഒരു കോമ്പൗണ്ടിൽ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുട്ടികളൊക്കെ വരും ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ പായസവും ഒരു ട്രേയിലാക്കി വെക്കും, അതേപോലെ ഈ ഒരു സ്നാക്കും അങ്ങനെ ആക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ടേബിളിൽ വെക്കുന്നത് കേട്ടോ. അവർ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ എല്ലാവരും വരും, ചിലപ്പോൾ എല്ലാവരും ഒന്നിച്ചും വരും. അപ്പോഴേക്കും അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് ബീഫ് ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചില്ല, ആ ബീഫാണ്. അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പത്തിരിയും ബീഫുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓരോരുത്തർ വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് ഇതൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള വീഡിയോ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ പായസമോ സ്വീറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പോകും, ഈദ് മുബാറക്ക് പറയും, അങ്ങനെ അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഞാൻ കിച്ചണിൽ കയറി ബിരിയാണി, പാലക്കാടൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയത്. എളുപ്പത്തിൽ അതാണല്ലോ ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ കാര്യമായിട്ട് വേറെ സ്പെഷ്യൽ റെസിപ്പിയൊന്നും ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.